വീട് വിട്ടിറങ്ങി സ്വന്തം വീട്ടിലെത്തിയിട്ടും ജീവിക്കാൻ സമ്മതിക്കാതെ വലച്ചപ്പോൾ ഗതികെട്ട് മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയ ഏറ്റുമാനൂരിലെ ഷൈനിയും മക്കളും നൊമ്പരമായ വാർത്തയുടെ നടുക്കം മാറും മുമ്പ് മീനച്ചിലാറ്റിൽ വീണ്ടും ഒരു കണ്ണീർ ഓർമ്മ നമുക്ക് ഓർമ്മയുണ്ട്. ഏറ്റുമാനൂരിലെ അഭിഭാഷക ജിസ്മോളും മക്കളുമായിരുന്നു മീനച്ചിലാറ്റിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചത്. താങ്ങാവേണ്ടവരിൽ നിന്ന് നേരിട്ട ശാരീരിക മാനസിക പീഡനമാണ് ജിസ്മോളെ ആ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഇത് ആ കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും അറസ്റ്റിലായ ദിനമാണെന്ന്. നിറം കുറവാണ്, സമ്പത്ത് കുറവാണെന്ന് പറഞ്ഞ് കടുത്ത മാനസിക പീഡനമാണ് ജിസ്മോൾ നേരിട്ടത്. നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടപടി. ജിസ്മോളുടെ ഭർത്താവ് ജിമ്മി, ഭർത്തൃപിതാവ് ജോസഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫോണുകൾ പരിശോധിച്ചതാണ് കേസിൽ നിർണായകമായത്. ഉച്ചയോടെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്ത ശേഷം ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ജിസ്മോൾ ഗാർഹിക പീഡനത്തിന് ഇരയായെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പോലീസിന് ലഭിച്ചു. ജിമ്മിയുടെ മാതാവിനെതിരെയും മൂത്ത സഹോദരനെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇവർക്കെതിരെയും ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഏപ്രിൽ 15-നാണ് അയർക്കുന്നം നീറിക്കാടിന് സമീപം പുഴയിൽ ചാടി ജിസ്മോളും മക്കളായ നേഹയും നോറയും ആത്മഹത്യ ചെയ്തത്. കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജിസ്മോളുടെ കുടുംബം ഇന്നലെ പരാതി നൽകിയിരുന്നു. നിറത്തിന്റെ പേരിലും സ്ത്രീധനത്തിന്റെ പേരിലും ജിസ്മോൾ നിരന്തരം പീഡനത്തിനിരയായി എന്നായിരുന്നു പരാതി. 24 കോട്ടയം.